അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്നും ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന്. ആദ്യത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആധിപത്യം സൂചിപ്പിച്ചതിന് ശേഷം ബിയദിഹിൽ മുൽക്ക് ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം രണ്ടാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് അല്ലദീ ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചു എന്ന് സൂചിപ്പിച്ചുകൊണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനും ആധിപത്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അവന് മരണത്തെ സൃഷ്ടിച്ചു എന്നുള്ളത്. അതിനേക്കാൾ വലിയ തെളിവ് അതിനാവശ്യമില്ല. കാരണം ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച, അല്ലെങ്കിൽ ലോകത്ത് ഒരാൾക്കും കീഴടക്കാൻ സാധിക്കാത്ത ഒരു ഭരണാധികാരി ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള അധികാരം നഷ്ടപ്പെടാനുള്ള ഒരേ ഒരു സാധ്യത അയാളുടെ മുമ്പിലുള്ള മരണമാണ്. ആ മരണത്തെ കീഴടക്കാൻ അയാൾക്ക് ഒരിക്കലും സാധിക്കുന്നില്ല. ആ മരണത്തിന്റെ മുമ്പിൽ ലോകത്ത് എത്ര വലിയ ധിക്കാരിയായിരുന്ന ഭരണാധികാരിയും മരണത്തിന് മുമ്പിൽ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ടി വരികയാണ്. പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ധിക്കാരിയായിരുന്ന ഒരു ഭരണാധികാരി, താൻ സ്വയം ദൈവമാണെന്ന് വാദിച്ച ഒരു ധിക്കാരിയായിരുന്ന ഒരു ഭരണാധികാരി ഫിർഔൻ, അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ, ആ മരണത്തെ നേർക്ക് നേരെ അദ്ദേഹം മുമ്പിൽ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ആമന്നാ ബി റബ്ബി മൂസ വ ഹാറൂൻ എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നിസ്സഹായനാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഴിവിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അല്ലദീ ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചു എന്നുള്ളത്. ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആയത്തിലുള്ള പരാമർശം വളരെ ശ്രദ്ധയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് മരണത്തെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ഒരു പരാമർശം വളരെ ശ്രദ്ധയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം പരിശുദ്ധ ഖുർആൻ ഇതര സ്ഥലങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംബന്ധിച്ച് പറഞ്ഞത് അമാത വഹ്യ, അല്ലെങ്കിൽ യുഹ്യി വ യുമീത്, ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്നാണ്. പക്ഷേ ഈ ഒരു ആയത്തിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് മരണത്തെ സൃഷ്ടിയായിട്ട് എടുത്ത് പറയുകയാണ്. ഈ ഒരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് മരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയിൽ നിന്ന് അതീതനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യലിദ് വലം യൂലദ്. രണ്ടാമതായിട്ട് മൗത്ത് എന്നുള്ള പദം, മൗത്ത് എന്നുള്ള പദം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ജീവനില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അസ്തിത്വമില്ലാത്തൊരവസ്ഥക്കാണ് നമ്മൾ മൗത്ത് എന്ന് പറയാറുള്ളത്. പക്ഷെ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ മൗത്ത് എന്നുള്ള പദം പരിശുദ്ധ ഖുർആൻ പല രൂപത്തിലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വകുൻതും അംവാതൻ വഅഹ്യാകും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ മരണപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ജീവൻ നൽകി എന്നുള്ളതാണ്. മൗത്തായ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഹയാത്ത് നൽകി. അപ്പം എന്താണ് ഇവിടെ മൗത്ത്? മൗത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഇല്ലായ്മയാണോ അതോ അതിനു മുമ്പുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പള്ളിയിലേക്ക്, ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയിലേക്ക് ഒരു ജനാദ കൊണ്ടുവന്നാൽ അയാൾ മൗത്ത, അല്ലെങ്കിൽ ഒരാളുടെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതിനർത്ഥം അയാൾ മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല, മറിച്ച് അയാൾ മുമ്പുണ്ടായിരുന്നു, അയാൾക്ക് മുമ്പൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം അവസാനിച്ച് അയാളുടെ മയ്യത്താണ് അവിടെ കൊണ്ടുവന്നത്. അപ്പം മൗത്ത് എന്ന് പറയുമ്പോൾ മുമ്പ് ജീവനില്ല, അല്ലെങ്കിൽ മുമ്പില്ലാത്ത അവസ്ഥ എന്നല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിൽ വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്നും അവരുടെ മുഴുവൻ ആത്മാക്കൾ, അതായത് അവസാനമായിട്ട് ലോകത്ത് ജനിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ വരെ ആത്മാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്നും സൃഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം ഈ ആത്മാക്കളെ മുഴുവനും നിരത്തി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യവും സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ലോകത്തുള്ള മുഴുവൻ ആത്മാക്കളും മറുപടി പറഞ്ഞു ബലാ ഷഹീദിന, നീ മാത്രമാണ് ആരാധ്യനെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചതായിട്ടെല്ലാം സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ മാതാവിൻ്റെ ഗർഭപാത്രം, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പും നമ്മൾ നിലനിന്നിരുന്നു, ആത്മാവായിട്ട് നമ്മൾ നിലനിന്നിരുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഭൂമിയിൽ നിന്നൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുകയാണ്. ആ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത ഘട്ടം ആരംഭിക്കുകയാണ് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ. പിന്നീട് നമ്മൾ ദുനിയാവിലേക്ക് വരുന്നു. ദുനിയാവിൽ നമ്മൾ ജീവിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ ഓരോ സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്.
ദുനിയാവിലെ അവസാനത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വീണ്ടും വേർപിരിയുന്നു. ആ സന്ദർഭത്തിൽ അതിനെയും മൗത്ത് എന്നാണ് ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആനിൽ. ആ സന്ദർഭത്തെയും നമ്മൾ മൗത്ത് എന്ന് വിളിക്കുന്നു. അതായത് മാതാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പരിശുദ്ധ ഖുർആൻ മൗത്ത് എന്ന് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ആ ശരീരത്തിൽ നമ്മുടെ ആത്മാവ് വേർപിരിയുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ മരണത്തിന്റെ അവസ്ഥയെയും പരിശുദ്ധ ഖുർആൻ മൗത്ത് എന്ന് വിളിക്കുന്നു. രണ്ട് മരണം. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് മറ്റൊരായത്തിൽ റബ്ബന അമത്തന സ്നതൈനി വഹ്യതന സ്നതൈൻ, 2 തവണ ഞങ്ങളെ മരിപ്പിക്കുകയും 2 തവണ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തവനെന്ന് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു അവസ്ഥ ഈ രണ്ട് അവസ്ഥയെയും പരിശുദ്ധ ഖുർആൻ മൗത്ത് എന്ന് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ഉറക്കിനെയും മൗത്ത് എന്നാണ് ഖുർആനിലും സുന്നത്തിലും ഈ ഒരു രൂപത്തിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ചെല്ലാറുള്ള പ്രാർത്ഥന ബിസ്മിക അല്ലാഹുമ്മ അമൂത്ത് വാഹിയ, അവിടെ അനാമു വാഹിയ എന്നല്ല അമൂത്ത് എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന, അവിടെ അഹ്യാന ബഅദമ അനാമന എന്നല്ല അമാതന എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മൗത്ത് എന്നുള്ളത് ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. മറ്റൊന്ന് സൂറത്തുൽ അൻആം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ അൻആമിന്റെ 122 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവമൻ കാന മൈത്തൻ ഫഅഹ്യൈനാഹു, സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ അവിടെ മൈത്തൻ എന്ന് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്ന മൗത്ത് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഭാഷയിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ആ സത്യനിഷേധികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മൈത്തൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് ആത്മീയമായിട്ടുള്ള മരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉദ്ദേശിക്കുന്നത്. ശാരീരികമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആത്മാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഷയിൽ അവർ മരണപ്പെട്ടു, പക്ഷേ നമ്മുടെ ഭാഷയിൽ അത് മൗത്ത് ആകുന്നില്ല എന്നുള്ളതാണ്. നാലാമതായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിൽ ഇപ്പോൾ ഭൂമിയുടെ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ഹദീദിൽ യഅലമു അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹ, ഭൂമിക്ക് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകിയതിനെ, അപ്പം ഈ വരണ്ട ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅദ മൗതിഹ അവിടെ മൗത്ത് എന്നാണ് ഉപയോഗിച്ചത്. മറ്റൊരു സന്ദർഭത്തിൽ അതേപോലെ തന്നെ ശുഹദാക്കളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ശുഹദാക്കൾ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ അവർ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ അംവാത്തൻ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നേരെ തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ രൂപത്തിൽ അപ്പുറം പല അർത്ഥത്തിലായിട്ട് പരിശുദ്ധ ഖുർആൻ മൗത്ത് എന്നുള്ള പദത്തെ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളതിന് അല്ലെങ്കിൽ മൗത്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ളത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ ആത്മാവായിട്ട് നിലനിന്നൊരു അവസ്ഥ, പിന്നീട് മാതാവിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന അവസ്ഥ, അതിനുശേഷം നമ്മുടെ ദുനിയാവിലുള്ള അവസ്ഥ, അതിനുശേഷം ദുനിയാവിൽ നിന്ന് നമ്മൾ അടുത്ത സ്റ്റേജിലെ ബർസഖിയായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ പരലോകത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ. അപ്പോൾ ഓരോ സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം എന്നുള്ളത് ഒരു ഫുൾ സ്റ്റോപ്പാണ്. അതിനു മുമ്പ് ഒന്നുമില്ലാത്തൊരവസ്ഥ, ശൂന്യത. ഈ രൂപത്തിലാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ മരണത്തെ കാണുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായിട്ടുള്ള ആളുകൾ മരണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാലം മാത്രമാണ് നമുക്ക് മരണം. സുബ്ഹാനല്ലാഹ്. ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാലം മാത്രമാണ് മരണം. ആ പാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മരണം. ഏകദേശം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മുടെ സമയത്തെ പോലെ. അപ്പം സമയം എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചലമാക്കുന്നുണ്ട്. ചില സന്ദർഭത്തിൽ സമയത്തിൻ്റെ പ്രവാഹം ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുഹക്കകത്തുള്ള സമയത്ത് നിശ്ചലമാക്കുന്നു, ഗുഹക്ക് പുറത്തുള്ള സമയത്തിൻ്റെ പ്രവാഹം അനുവദിക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാനം അവർ എഴുന്നേറ്റ സന്ദർഭത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ യൗമൻ ഔബാദ, ഞങ്ങൾ ഒരു ദിവസം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അതായത് ഗുഹക്കകത്ത് സമയത്തെ നിശ്ചലമാക്കുന്നു, ഗുഹക്ക് പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ അതിൻ്റെ പ്രവാഹം തുടരാൻ അനുവദിക്കുകയും ചെയ്യുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ് സമയം. ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സമയം എന്നുള്ളത് അതിനൊരു തുടക്കമുണ്ടെന്നും അതിന് ആകൃതി വരെയുണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ സമയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്.
പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമയത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ അതേ സന്ദർഭത്തിൽ ആ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതേപോലെ മരണം എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അത് നമുക്കാർക്കും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ ആ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. മനോഹരമായിട്ടുള്ളൊരു ഹദീസ് കൂടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അബൂ സഅദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കപ്പെടുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണാനന്തര ജീവിതത്തിൽ ആളുകളെയെല്ലാം ഈ രണ്ട് ഭാഗത്തേക്കായിട്ട് തിരിച്ചതിന് ശേഷം, അതായത് നരകത്തിന്റെ ആളുകൾ നരകത്തിലേക്കും സ്വർഗത്തിന്റെ ആളുകൾ സ്വർഗത്തിലേക്കെല്ലാം തിരിച്ചതിന് ശേഷം മരണത്തെ ചാരനിറത്തിലുള്ള ഒരു കൊഴുത്ത ജീവിയുടെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. അതായത് മരണത്തെ ഒരു ജീവിയുടെ രൂപത്തിൽ അവിടെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്ക് നിർത്തി അതിനെ അറുക്കപ്പെടും. ആ ജീവിയെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും നടുവിൽ വെച്ചുകൊണ്ട് അറുക്കപ്പെടും. അറുത്തതിന് ശേഷം ഒരാൾ ഉറക്കെ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗക്കാരെ, നിങ്ങൾ ഇനി ശാശ്വതരാണ്, നിങ്ങൾക്ക് മരണമില്ല, കാരണം മരണത്തെ ഇവിടെ അറുക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നരകത്തിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വയാ അഹ്ലൻ നാർ, നരകക്കാരെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾ ഇനി ശാശ്വതരാണ്, നിങ്ങൾക്ക് മരണമില്ല. മരണം അവിടെ വെച്ചുകൊണ്ട് അറുക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്. അല്ലദീ ഖലഖൽ മൗത്ത്, അവൻ മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ. അപ്പോൾ ഇവിടെ മരണത്തെ സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. പിന്നീട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു പദത്തിന്റെ ക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ക്രമം നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷമാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ആയത്ത് വരേണ്ടിയിരുന്നത് അല്ലദീ ഖലഖൽ ഹയാത വൽ മൗത്ത് എന്നുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ക്രമം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ സന്ദർഭത്തിൽ ആ ക്രമം തെറ്റിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അത് നേരെ തിരിച്ചാണ് അതിന്റെ ക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. ആദ്യം മരണം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ക്രമം തെറ്റിച്ച് സംസാരിക്കുന്നത്? അതുമായിട്ട് അതിലുള്ള ഒരു യുക്തി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ സൂചിപ്പിക്കപ്പെട്ട ചില കാരണങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാരണം, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മൗത്തായിട്ടുള്ളൊരവസ്ഥയിൽ നിന്നാണ്. സൂറത്തുൽ ഇൻസാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇതേ ജുസയിൽ വരുന്ന സൂറത്തുൽ ഇൻസാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കുന്നത് തന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ഷൈഅൻ മദ്കൂറ, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മൗത്തായ അവസ്ഥയിൽ നിന്നാണ് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകിയത്. മൗത്ത് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിലുള്ള മൗത്ത് എന്താണെന്ന് നേരത്തെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. പരിശുദ്ധ ഖുർആന്റെ ഭാഷയിലുള്ള മൗത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അസ്തിത്വമില്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് നമ്മൾ ആത്മാവായിട്ട് മാത്രം നിലനിന്നിരുന്നൊരവസ്ഥക്കാണ് പരിശുദ്ധ ഖുർആൻ മൗത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിലും നേരത്തെ സൂചിപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ വഅഹ്യാക്കും, അംവാത്തായിരുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അംവാത്ത് എന്നാണ് ആദ്യം പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇവിടെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ആ ഒരു അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മരണത്തെ പറയുന്നു. ഇനി നമ്മൾ മറ്റൊരു കോണിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിലും, അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവവസ്തുക്കളെല്ലാം വന്നത് നിർജീവാവസ്ഥയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ ജീവനെ കൊണ്ടുവരുന്നത്. ആദ്യത്തിൽ ഇവിടെ ജീവൻ എന്നുള്ളത് പൂർണ്ണമായിട്ടില്ലാത്തൊരവസ്ഥയിലായിരുന്നു പ്രപഞ്ചം ഉണ്ടായിരുന്നത്. പിന്നീട് ജീവൻ എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളത് ഇന്നും ശാസ്ത്രലോകത്തിന് ഇന്നും അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാൻ സാധിക്കുന്നില്ല. ജീവന്റെ ഉത്ഭവം ഇന്നും ഒരു പ്രഹേളികയായിട്ട് ശാസ്ത്രലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവൻ ഭൗമേതരമായിട്ട് അല്ലെങ്കിൽ അഭൗമികമായിട്ടുള്ളൊരു പ്രതിഭാസമാണെന്ന് വരെ വിശദീകരിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് ശാസ്ത്രലോകം എത്തിയിരിക്കുകയാണ്. അതായത് ജീവൻ എന്നുള്ളത് ഈ നമ്മുടെ ഭൂമിയിലല്ല ഉണ്ടാകുന്നത്, മറ്റേതോ സ്ഥലത്ത് ഉണ്ടായിട്ട് അത് ഒരു ഉൽക്കയിലൂടെ ഭൂമിയിൽ എത്തിയതാണ്. അതാണ് പാൻസ്പെർമിയ സിദ്ധാന്തം എന്നൊക്കെ രൂപത്തിൽ അവർ പ്രചരിപ്പിക്കുന്നത്. അതായത് ഭൂമിയിൽ എങ്ങനെ വിശദീകരിച്ചിട്ടും ജീവന്റെ ഉത്ഭവം അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ജീവന്റെ ഉത്ഭവം എന്നുള്ളത് വിശദീകരണത്തിന് അതീതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മളതിന് ഉത്തരം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവൻ ഉണ്ടാക്കിയത്. നിർജീവാവസ്ഥയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആദ്യമായിട്ട് ജീവൻ കൊണ്ടുവന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത്
പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ്. അപ്പോൾ ആ ഒരു ജീവിതത്തിലേക്ക് അവർ ഓൾറെഡി പ്രവേശിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന അടുത്ത സ്റ്റേജ് എന്നുള്ളത് മൗത്താണ്. അപ്പോൾ ജീവിതത്തിലേക്ക് ഓൾറെഡി അവർ വന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ആ ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളെ താക്കീത് ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ലിയുൻദിറ മൻ കാന ഹയ്യൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള താക്കീതായതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് അവർക്ക് വരാനിരിക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ വരാനിരിക്കുന്നത് അടുത്ത സ്റ്റേജ് എന്നുള്ളത് മരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മരണം പറഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതം പറയുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ സൂറത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യത്തെ സംബന്ധിച്ചാണ്. സൂറത്തുൽ മുൽക്കാണ്. അവന്റെ അധികാരത്തെ സംബന്ധിച്ച്, അവന്റെ മുൽക്കിനെ സംബന്ധിച്ചാണ് സൂറത്തിലുള്ള പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം അതിന് നിഷേധിച്ച സത്യനിഷേധികൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീത് കൂടെയാണ് ഈ സൂറത്ത്. അപ്പം അതുകൊണ്ട് തന്നെ സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ താക്കീത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മരണത്തെ പറയുകയാണ്. അതായത് എല്ലാ ആധിപത്യത്തിന് ഉടമയായിട്ടുള്ള ഞാൻ ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് ആ മരണശിക്ഷ വിധിച്ചേക്കാം, അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്നിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. ആ രൂപത്തിൽ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീത് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം മരണത്തെ പറഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതത്തെ പറയുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. നാലാമത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ യഥാർത്ഥ ജീവിതം എന്നുള്ളത് മരണാനന്തര ജീവിതമാണ്. യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളത് മരണാനന്തര ജീവിതമാണ്. ഈ ജീവിതം എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലേക്കുള്ള ഒരു പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ഈ ഐഹിക ജീവിതം എന്നുള്ളത്. ഈ യബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കേന്ദ്രം മാത്രമാണ് ഈ ഐഹിക ജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാഥാർത്ഥ്യത്തെ ആദ്യം പറയുന്നു. അള്ളാഹുവിന്റെ കണ്ണിൽ ആ പ്രയോറിറ്റി എന്നുള്ളത് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ മരണത്തെ സൂചിപ്പിച്ചതിന് ശേഷം പിന്നീടാണ് ജീവിതത്തെ പറയാം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അവസാനമായിട്ട് മറ്റൊരു കാരണം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണമാണ് അവർക്കെല്ലാം. ഖലഖക്കും ലിൽ മൗത്ത് എന്നാണ് പറയപ്പെടാറുള്ളത്. അതായത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ സൃഷ്ടിച്ചത് ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്നത് തന്നെ ആ ഒരു മരണം അല്ലെങ്കിൽ ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഓരോ പ്രവൃത്തി ചെയ്യുന്ന സന്ദർഭത്തിലും വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ മരണാനന്തര ജീവിതത്തിൽ ഇതെനിക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏത് സന്ദർഭത്തിലും അവർ മരണത്തെ സ്മരിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തെക്കുറിച്ച്, ആ മരണചിന്ത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം പ്രത്യേകമായിട്ട് നമ്മോട് നിർദ്ദേശിച്ചത്. രോഗികളെ സന്ദർശിക്കാനും അതേപോലെ തന്നെ മരണ വീട് സന്ദർശിക്കാനും ഖബർ സന്ദർശിക്കാനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപദേശിക്കാനുള്ള കാരണം ആ മരണചിന്ത ജീവിതത്തിലുടനീളം തുടർച്ചയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയിൽ പിന്നിടുന്ന ഓരോ ദിവസവും ദുനിയാവിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരർത്ഥത്തിൽ നമ്മൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആ മരണത്തിന്റെ ചെറിയൊരു സ്വാദ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹ്യ. അവിടെയും നമ്മൾ മരണത്തെ സ്മരിച്ചുകൊണ്ടാണ് ഉറക്കലേക്ക് വരെ പ്രവേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിലല്ല ഓരോ കർമ്മങ്ങളും ആ മരണത്തെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കുള്ള ഒരു ഉണർത്തൽ എന്നുള്ള നിലക്ക് ആദ്യം മൗത്ത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഹയാത്ത് പറയുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അപ്പം നമ്മുടെ കണ്ണിൽ ഒരു പക്ഷേ ഐഹിക ജീവിതമായിരിക്കും നമ്മുടെ കണ്ണിൽ പ്രാധാന്യം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബൽ തുഅ്തിറൂനൽ ഹയാത്തി ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കണ്ണിൽ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ജീവിതം, അത് എന്നെന്നും അവശേഷിക്കുന്ന ജീവിതം എന്നുള്ളത് ആ ആഖിറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു എന്ന് പറയാനുള്ള കാരണം. ഇനി എന്തിനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്? അതാണ് അടുത്ത ഭാഗം, അടുത്ത ആയത്തിൻ്റെ അടുത്ത ഭാഗം. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതവും മരണവും അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. യബ്ലുവക്കും അല്ലെങ്കിൽ ബലാ അല്ലെങ്കിൽ ഇബ്തില, ഇതെല്ലാം പരീക്ഷണം എന്നുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്നുള്ളത് ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കുക എന്നുള്ള. ലിയബ്ലുവക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് ജംആയിട്ട്. അതായത് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
സൂറത്തുൽ ഇൻസാനിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ പദം തന്നെ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിലും ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നബ്തലീഹി, ഇബ്തില, ബല, ഇതെല്ലാം ഒരേ പദങ്ങളാണ്. ഓരോ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി പരീക്ഷിക്കുന്നു, ചില ആളുകൾക്ക് ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുന്നു. എൻ്റെ പരീക്ഷണമല്ല നിങ്ങളുടെ പരീക്ഷണം, നിങ്ങളുടെ പരീക്ഷണമല്ല മറ്റൊരാളുടെ പരീക്ഷണം. ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകി അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ ഒരു പരീക്ഷ ഹാളാണ്. ഈ ലോകം എന്നുള്ളത് ആഖിറത്തിലേക്കുള്ള ഒരു പരീക്ഷ ഹാള് മാത്രമാണ്. അപ്പം അവിടെ ഈ ലോകത്ത് നന്നായിട്ട് ഉത്തരം എഴുതിയ ആളുകൾക്ക് മാത്രമേ അവിടെ വിജയമുള്ളൂ. നന്നായിട്ട് ഉത്തരം എഴുതണം. എങ്ങനെയെങ്കിലും ഉത്തരം എഴുതിയാൽ പോരാ. ടീച്ചർ പഠിപ്പിച്ച അല്ലെങ്കിൽ ബുക്കിലുള്ള അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഉത്തരം എഴുതണം. അങ്ങനെ ഉത്തരം എഴുതിയ ആളുകൾക്ക് മാത്രമേ അവിടെ വിജയമുള്ളൂ. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഈ ഒരു ഐഹിക ജീവിതം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്നും നന്നായി പ്രവർത്തിക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. യബുലുവക്കും എന്നുള്ള പദത്തെ സംബന്ധിച്ച് നേരത്തെ വിശദീകരിക്കേണ്ട. അതിനുശേഷം വരുന്ന പദം അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നിന്നും നന്നായി പ്രവർത്തിക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന മറ്റൊരായത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഭൂമിയിലുള്ള സർവ്വ അലങ്കാരത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളിൽ നിന്നും നന്നായി പ്രവർത്തിക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊന്നും അയ്യുക്കും അക്സറു അമല എന്നല്ല പറഞ്ഞത്. അതായത് നിങ്ങളിൽ കൂടുതൽ ചെയ്യുന്നവൻ ആരെന്ന് പരീക്ഷിക്കാൻ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ കൂടുതൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്കല്ല പ്രാധാന്യം, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ക്വാളിറ്റിയിലേക്കാണ്. ക്വാളിറ്റിയോട് കൂടെയുള്ള കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്വാണ്ടിറ്റിക്കല്ല ഊന്നൽ നൽകുന്നത്. അഹബ്ബുൽ അഅമാലു ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അത് കുറച്ചാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് നിർവഹിക്കുക. അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ നൽകുന്നത് ക്വാണ്ടിറ്റിക്കല്ല, കുറച്ചാണെങ്കിൽ അത് സ്ഥിരമായിട്ട് നിർവഹിക്കുക. അതായത് ഒരു വ്യക്തി അദ്ദേഹം എന്നെങ്കിലൊക്കെ എഴുന്നേറ്റ് അദ്ദേഹം 8, 11, 15 ഒക്കെ റക്അത്ത് രാത്രി നമസ്കരിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഒരു വ്യക്തി ദിനേന 3 റക്അത്ത് മാത്രം രാത്രി നമസ്കരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠനായത് ഈ സ്ഥിരമായിട്ട് 3 നിർവഹിക്കുന്ന വ്യക്തിയുടെ കർമ്മമായിരിക്കും. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് നിർവഹിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ക്വാളിറ്റിയിലേക്കാണ്. ക്വാളിറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കപ്പെടുന്നത്. എത്ര ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതായിട്ട് കാണുന്നത്. ബുഖാരി ഉദ്ധരിക്കപ്പെടുന്ന നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു സംഭവം, ഒരു വ്യക്തി ഒരു നായക്ക് വെള്ളം കൊടുക്കുകയാണ്. ആ ഒരൊറ്റ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. ഒരൊറ്റ കർമ്മം, കൂടുതലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, ഒരൊറ്റ കർമ്മം. ആ ഒരു കർമ്മം ഇഹ്സാനോടുകൂടെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് നിർവഹിക്കാൻ സാധിച്ചതോടുകൂടെ അദ്ദേഹത്തിന്റെ മുഴുവൻ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അതേ രൂപത്തിൽ കടം കൊടുക്കുന്നൊരു വ്യക്തി, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് കടം കൊടുത്ത ആളുകൾക്ക് സമയം നീട്ടിക്കൊടുത്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരൊറ്റ കർമ്മം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ക്വാണ്ടിറ്റി അല്ല കാണുന്നത്, മറിച്ച് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയോട് കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാകും ഒരുപക്ഷെ നമ്മുടെ രക്ഷകനായിട്ട് നാളെ മരണാനന്തര ജീവിതത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഒരു വ്യക്തി കർമ്മങ്ങൾ കൊണ്ട് അദ്ദേഹം നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അവസാനം അദ്ദേഹം ഒരു വാക്ക് പറയുന്നു, ആ ഒരൊറ്റ വാക്കിന്റെ ഫലം കൊണ്ട് അദ്ദേഹം സ്വർഗത്തിലെത്തുന്നു. ഈ ഒരു ഹദീസും ബുഖാരി ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം സ്വർഗാവകാശിയാവുകയാണ്. ആ ഒരു വാക്ക് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ച് പറയുന്നു. ആ ഒരു വാക്കിന്റെ ഫലം അത്ര വലുതായിരുന്നു. ആ ഒരൊറ്റ വാക്കുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ കൂടുതൽ ചെയ്യുന്നതിനേക്കാൾ ഉപരി കുറച്ചാണെങ്കിൽ അത് ക്വാളിറ്റിയോടുകൂടെ നിർവഹിക്കുക, ഇഹ്സാനോടുകൂടെ നിർവഹിക്കുക. എന്താണ് ഇഹ്സാൻ? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായിട്ടുള്ള ജിബ്രീൽ ഹദീസ് എന്നറിയപ്പെടുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാനെ സംബന്ധിച്ച് പറഞ്ഞത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നുണ്ടെന്നുള്ളതുപോലെ നീ ആരാധനകൾ നിർവഹിക്കുക. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ കർമ്മങ്ങൾ നിർവഹിക്കുക. ആ രൂപത്തിൽ നിങ്ങൾ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തീരുക. അതെത്ര ചെറിയ കർമ്മമാണെങ്കിലും
നമ്മളത് ഇഹ്സാനോടുകൂടെ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് താബികളിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇമാം ഹസൻ ബസരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടൊരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും എല്ലാം ഞങ്ങളെക്കാൾ മുന്നേറിയത് കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ടായിരുന്നില്ല. അതായത് അവർ ചെയ്ത പോലെ ഞങ്ങളും ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഞങ്ങളെക്കാൾ ചെയ്തത് കൊണ്ടല്ല അവർ ഞങ്ങളെക്കാൾ മുന്നിലെത്തിയത്, മറിച്ച് അവർ ചെയ്ത കർമ്മങ്ങളുടെ ക്വാളിറ്റി കൊണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അവർ ഞങ്ങളെക്കാൾ മുന്നേറിയതെന്നാണ് അദ്ദേഹം പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ. അപ്പം ആ രൂപത്തിൽ ക്വാളിറ്റിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനതയായി മാറുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ജനതയെ സഹായിക്കണം എല്ലാ അർത്ഥത്തിലും. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ബദർ മുതലുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളുടെ ചരിത്രമെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവിടെയെല്ലാം മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. ശത്രുക്കളെക്കാൾ 1/3 മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സന്ദർഭത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വിജയം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ക്വാണ്ടിറ്റിയിലേക്കല്ല നോക്കുന്നത്, മറിച്ച് ഉള്ള ജനങ്ങൾക്ക്, ആ ഒത്തുകൂടിയ ആളുകൾക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ സന്ദർഭത്തിൽ നേരെ തിരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന നാളിൽ എൻ്റെ ഉമ്മത്തിനെ ശത്രുക്കൾ അവർ വീതിച്ചെടുക്കും. ഏതുപോലെയെന്ന് വെച്ചാൽ, വിശന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ ആ തളികക്ക് ചുറ്റും അവിടെ ആളുകൾ ഇരുന്ന് അതിലേക്ക് കൈയിട്ട് ഭക്ഷണം എല്ലാവരും ആ തളികക്ക് ചുറ്റിലിരുന്ന് കഴിക്കുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വീതിച്ചെടുക്കും. അതായത് മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളെല്ലാം ഒന്നിക്കുന്നൊരവസ്ഥ അവസാന നാളിൽ സംജാതമാകും. സുബ്ഹാനല്ലാഹ്, ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ ഒന്നാണ്. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ടായിരുന്ന മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സ്വഹാബികൾ അവർ അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ്, പ്രവാചകരെ, ഈ രൂപത്തിലെ ശത്രുക്കൾ നമ്മൾക്കെതിരെ ഒന്നിക്കുന്നത് നമ്മൾ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ? ആ ഒരു കാരണമേ അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ടാണോ ഈ രൂപത്തിൽ ശത്രുക്കൾ ഒന്നിച്ച് നമ്മളെ ആക്രമിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടായിരിക്കും. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പദം പറയുന്നത് മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന ഒരല്പം സ്വഹാബികളോടാണ്. എണ്ണി തിട്ടപ്പെടുത്താവുന്ന അത്ര സ്വഹാബികൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരിക്കുന്നത്. അവരോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടായിരിക്കും. അതായത് ഈ മതം അത് വളർന്ന് ലോകത്തെ ഏറ്റവും പ്രബല ശക്തിയായിട്ട് ഈ മതം മാറുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന, ഭാവിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്രോതസ്സിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ലഭിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സംസാരം കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എണ്ണത്തിൽ നിങ്ങൾ ഒരുപാടായിരിക്കും, പക്ഷേ നിങ്ങൾ കടലിലെ നുരകളെപ്പോലെ ആയിരിക്കും, കടലിലുള്ള പതകളെപ്പോലെ ആയിരിക്കും. അന്നഹു ഉസാ അസ്സൈൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കടലിലുള്ള നുരകളെപ്പോലെ ആയിരിക്കും. അതായത് കടലിലെ നുരകൾ നമുക്കറിയാം, അത് കടലിലുള്ള പതകൾ അത് ഒരുപാടുണ്ടാകും, പക്ഷേ ഒന്നിന് വളരെ കുറച്ചുള്ള ആയുസേ ഉണ്ടാവും, വളരെ ദുർബലമായിരിക്കും. അതായത് നിങ്ങൾ ക്വാണ്ടിറ്റി ഒരുപാടുണ്ട്, പക്ഷേ ക്വാളിറ്റിയുള്ള ആളുകൾ വളരെ കുറച്ചായിരിക്കും. ആ ഒരു സംജാതമാകുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മീതെ ആധിപത്യം സ്ഥാപിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെയും ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഉള്ളതാണ് ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറയുന്നത്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ നന്നായി പ്രവർത്തിക്കുന്നത് ആരെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനാണ്. അസീസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം പ്രതാപി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ അർത്ഥത്തിൽ ഈ ഒരു പദത്തെ നിരവധി സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കറം അല്ലെങ്കിൽ പ്രതാപം എന്നുള്ള അർത്ഥമാണ് അസീസ് എന്നുള്ള പദത്തിനുള്ളത്. സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, പ്രവാചകനും അനുയായികൾക്കുമാണ് ഇസ്സത്ത് ഉള്ളത്. അവിടെ പ്രതാപം എന്നുള്ള അർത്ഥത്തിലാണ് അസീസ് എന്നുള്ള പദം ഉപയോഗിച്ചത്. അതേ സന്ദർഭത്തിൽ അസീസ് എന്നുള്ള പദത്തിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. ഖുവ്വത്ത് അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ അധികാരം എന്നുള്ള അർത്ഥം കൂടെ അസീസ് എന്നുള്ള പദത്തിനുണ്ട്. ആ ഒരു അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനിൽ ഇതേ പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇംറഅത്തുൽ അസീസ് എന്നാണ് പറഞ്ഞത്. ഇംറഅത്തുൽ അസീസ്, അതായത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ അവിടെ അസീസ് എന്നുള്ള പദം ഉപയോഗിച്ചത് മറ്റൊരർത്ഥത്തിലാണ്. അതേപോലെ തന്നെ സൂറത്ത് യാസീൻ, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകസ്സബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ, രണ്ടാളുകളെ കളവാക്കിയ സന്ദർഭത്തിൽ മൂന്നാമനെ വിട്ടുകൊണ്ട് ഫഅസ്സസ്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തിപ്പെടുത്തി. അവിടെയും അസ്സ എന്നുള്ള പദം മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്.
അതേപോലെ തന്നെ മറ്റൊരു സ്ഥലം സൂറത്തു മറിയമിന്റെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ കാഫിരീന തഉസ്സുഹും അസ്സ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്ന മറ്റൊരർത്ഥത്തിൽ. അപ്പോൾ അസീസ് എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമതായിട്ട് പ്രതാപം, രണ്ടാമതായിട്ട് ഖുവ്വത്ത് അല്ലെങ്കിൽ ശക്തി എന്നുള്ള അർത്ഥം കൂടെ അസീസ് എന്നുള്ള പദത്തിനുണ്ട്. പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് വഹുവൽ അസീസുൽ ഗഫൂർ എന്നുള്ള അസീസ് എന്ന ആദ്യം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യത്തെ അല്ലെങ്കിൽ ശക്തിയെ സൂചിപ്പിക്കുന്ന അസീസ് എന്നുള്ള പദം ആദ്യം പറഞ്ഞ് അതിനുശേഷമാണ് ഗഫൂർ എന്ന് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യത്തെ സംബന്ധിച്ചാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആധിപത്യത്തെ കുറിക്കുന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറയുന്നു, അതിനുശേഷം പറയുന്നു ഗഫൂർ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. ഗഫറ എന്നുള്ള പദത്തിന് അറബിയിൽ ഭാഷയിൽ അർത്ഥം മറച്ചു വെക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ മറച്ചു വെക്കുന്നതിനാണ് ഗഫറ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുക. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ മിഗഫർ എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റാണ്. തലയിൽ ധരിക്കുന്ന ഹെൽമെറ്റിനാണ് മിഗഫർ എന്ന് പറയുക. അതായത് ഹെൽമെറ്റ് ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ അത് തല മറച്ചു വെക്കും, ആ ഒരു അർത്ഥത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കുന്നതാണ്. ഗഫൂർ അതിന്റെ മുബാലഗ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും പാപങ്ങൾ പൊറുക്കപ്പെടുന്നവനാണ്. വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور الذي خلق 7 سماوات അവനാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ. എങ്ങനെ? ത്വിബാഖൻ, അടുക്കുകളായിട്ട്, ഒന്നിനു മീതെ മറ്റൊന്നായിട്ട്, പാളികളായിട്ട് 7 ആകാശങ്ങൾ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഒരു പദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുടനീളം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ 7 ആകാശങ്ങൾ അല്ലെങ്കിൽ 7 സമാവാത്ത് എന്നുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യം 7 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 7 തവണ 7 ആകാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ഒരു സംഭവ്യത നിങ്ങളും ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലഘട്ടത്തിനിടയിൽ ഓരോ സന്ദർഭത്തിൽ 7 സമാവാത്ത് എന്ന് പറയുമ്പോൾ അതെല്ലാം ഓർത്തെടുത്ത് അവസാനം കൃത്യം അത് 7 തവണ പറഞ്ഞു എന്നാണോ നമ്മൾ ചിന്തിക്കുക? ഒരർത്ഥത്തിൽ അത് സാധ്യമല്ല. ഇനി അങ്ങനെ യാദൃച്ഛികമായിട്ട് ഇത് 7 സംഭവിച്ചു എന്ന് കരുതിയാൽ തന്നെ ഇതേ രൂപത്തിൽ നിരവധി ഗണിതശാസ്ത്രപരമായിട്ട് മറ്റു നിരവധി കാര്യങ്ങളും ഇതേ രൂപത്തിൽ കൃത്യത പരിശുദ്ധ ഖുർആൻ പുലർത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരാൾ എങ്ങനെയാണ് പറയുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഈ പരിശുദ്ധ ഖുർആന്റെ ദൈവികതയെ നിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് സമാവാത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം. സമാ എന്നുള്ള പദത്തിന്റെ ബഹുവചനാണ് സമാവാത്ത്. അതിലേതാണ് കൂടുതലെന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും കൂടാതെ മറുപടി പറയും, ബഹുവചന രൂപമായിട്ടുള്ള സമാവാത്താണ് കൂടുതൽ. ഏതൊരു ഭാഷയിലും ബഹുവചന രൂപമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം മലയാളത്തിൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ഏകവചനം അതൊന്നേ ഉള്ളൂ. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമാണ്. അത് കുറേ വിദ്യാർത്ഥികളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ബഹുവചനമായിരിക്കും കൂടുതൽ. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ അത്ഭുതം ഈ അറബി ഭാഷയിൽ ഈ ഒരു പദം, അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏകവചനാണ് ബഹുവചനത്തെക്കാൾ കൂടുതലുള്ളത്. സമാ ആണ് സമാവാത്തിനേക്കാൾ കൂടുതലുള്ളത്. കാരണം സമാ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലുള്ള എല്ലാം സമാ എന്നുള്ള പദത്തിനകത്ത് ഉൾപ്പെടുകയാണ്. അതായത് മുകളിലുള്ള 7 ആകാശങ്ങൾ, അതിനുശേഷം വരുന്ന സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന ആ വൃക്ഷം, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുർസി, അർശ്, ഇതെല്ലാം സമാ എന്നുള്ള പദത്തിനകത്ത് വരുന്നുണ്ട്. അതായത് ആ ഒരു പദത്തിന്റെ അർത്ഥം വളരെ വിശാലാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സ്ത്രീ മറുപടി പറയുന്നത് ഫിസ് സമാ എന്നാണ്, ആകാശത്ത്. ഇപ്പൊ സമാ എന്നുള്ള പദം അത് വിശാലമാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതേ സന്ദർഭത്തിൽ സമാവാത്ത് എന്നുള്ള പദം അത് ലിമിറ്റഡ് ആണ്. 7 ആകാശങ്ങളെ കുറിക്കാനാണ് സമാവാത്ത് എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാ എന്നുള്ള പദം, ആ ഒരു പദത്തെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമ്പർ ഉപയോഗിച്ച് അതിനെ പറഞ്ഞിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അതോട് കൂടെ മറ്റൊരു പദം ചേർത്തിട്ടുണ്ടാകും. അതാണ് 7 സമാവാത്ത്, 7 ആകാശങ്ങൾ. അവിടെ സമാ എന്നുള്ള പദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമ്പർ ഉപയോഗിച്ച് ലിമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സൂറത്തുൽ മുൽക്കിൽ തന്നെ വരാനിരിക്കുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ, അവിടെ ദുനിയ എന്നുള്ള പദം അതിനോട് ചേർത്തു. ഒന്നാം ആകാശം, അതായത് ദുനിയാവിന്റെ നമ്മുടെ ആകാശം, ഒന്നാം ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു സമാ അദ്ദുനിയ, അവിടെ ദുനിയ എന്നുള്ള പദം ചേർത്തുകൊണ്ട് ആ സമാ എന്നുള്ള പദത്തെ ലിമിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 7 ആകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് യാത്ര, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മുഅ്ജിസത്തായിരുന്നു മിഅ്റാജ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 7 ആകാശവും കടന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുകയുണ്ടായി.
ആ യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ദൃശ്യങ്ങളാണ് ഈ 7 ആകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ. ആ യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഓരോ ആകാശവും പിന്നിടുകയുണ്ടായി. ആദ്യത്തെ ആകാശത്തിന്റെ അടുത്തെത്തി. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആദ്യത്തെ ആകാശത്തിന്റെ കവാടത്തിന് അടുത്ത് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ ആരാണെന്ന് ചോദിക്കുന്നു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ ആണെന്ന് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മറുപടി പറയുന്നു. ആ സന്ദർഭത്തിൽ ആദ്യത്തെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയാണ്. അവരത് കടന്ന് വീണ്ടും 2ാം ആകാശത്തെത്തുന്നു. അതേ രൂപത്തിൽ ഓരോ ആകാശത്തിന്റെ കവാടങ്ങളും കടന്ന് അവസാനം 7ാം ആകാശം വരെ എത്തുകയാണ്. ഓരോ ആകാശത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞു പോയ ഓരോ പ്രവാചകന്മാരെ കാണുകയാണ്. ആദ്യത്തെ ആകാശത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇതേ രൂപത്തിൽ ഓരോ കവാടത്തിനടുത്തും ഓരോ മുൻകാല പ്രവാചകന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അവസാനം 7ാം ആകാശവും കടന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹ എന്നറിയപ്പെടുന്ന ആ മനോഹരമായിട്ടുള്ള വൃക്ഷത്തിനടുത്തെത്തുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു സ്ഥലം, പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു പ്രദേശം, അത് മലക്കുകൾക്ക് പോലും പ്രവേശന അനുമതി ഇല്ലാത്ത ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് ഉയർത്തുകയാണ്. അതാണ് മിഅ്റാജ് വേളയിൽ നമ്മൾ കാണുന്ന ഹദീസ്. അപ്പം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 7 ആകാശവും കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, 7 ആകാശങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഓരോ ആകാശത്തിനുമിടയിൽ 500 വർഷത്തെ യാത്രാ ദൂരമുണ്ട്. സ്വഹീഹായിട്ടുള്ള ഹദീസ്. അതായത് 1ാം ആകാശവും 2ാം ആകാശവും തമ്മിലുള്ള യാത്രാ ദൂരം 500 വർഷമാണ്. 500 വർഷം എന്ത് അല്ലാഹു അഅലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഭൗതിക ശാസ്ത്രത്തിൽ ഈ രൂപത്തിലുള്ള ഖഗോള ശാസ്ത്രത്തിൽ നമ്മൾ പ്രപഞ്ചത്തിന്, അതായത് ഈ രൂപത്തിലുള്ള ലോകത്തുള്ള വസ്തുക്കളെ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. പ്രകാശവർഷം, അതായത് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ഒരു വർഷം കൊണ്ട് പിന്നിടുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് നമ്മുടെ അളവുകോല്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയുള്ള മാധ്യമം പ്രകാശമാണ്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു വസ്തു ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഒരു പക്ഷേ ഭാവിയിൽ കണ്ടെത്തിയേക്കാം, അല്ലാഹു ആലം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ 500 വർഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്താണ് 500 വർഷം എന്ന്, ഏത് രൂപത്തിലുള്ള വർഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈ 7 ആകാശത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അതിനെ പല രൂപത്തിലായിട്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പരിശുദ്ധ ഖുർആന്റെ ഈ ഒരു പരാമർശത്തെ പരിഹസിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആധുനിക ശാസ്ത്രത്തിൽ ഇത്രയും കാലം നൂറ്റാണ്ടുകളായിട്ട് നിരവധി ശാസ്ത്രജ്ഞന്മാർ അവർ തല പുകഞ്ഞ് ആലോചിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയത്, ഇത്രയും കാലം കണ്ടെത്തിയത് മുഴുവനും മൊത്തം പ്രപഞ്ചത്തിന്റെ 4% മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയപ്പെടുന്നത്. മൊത്തം പ്രപഞ്ചത്തിന്റെ 4% മാത്രം. അതായത് നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം, അതായത് ആറ്റങ്ങൾ കൊണ്ട്, ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണൊക്കെ അല്ല, ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള പദാർത്ഥം, അത് ബെരിയോണിക് മാറ്റർ എന്നാണ് അറിയപ്പെടുക. ആ പദാർത്ഥം മൊത്തം പ്രപഞ്ചത്തിന്റെ വെറും 4% മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ബാക്കി 96% ഇന്ന് വരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമോർജം അല്ലെങ്കിൽ ശ്യാമദ്രവ്യം, ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണെന്നാണ് ഇന്നവർ പറയപ്പെടുന്നത്. 24% ഡാർക്ക് മാറ്ററും 71% ഡാർക്ക് എനർജിയും. എന്താണ് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ? അത് ഇന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പരോക്ഷമായിട്ട് ഇപ്പോൾ ഗുരുത്വാകർഷണത്തിന്റെ സാന്നിധ്യം, ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പ്രതിഭാസത്തിലൂടെ അതിന്റെ സാന്നിധ്യം പരോക്ഷമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രകാശത്തെ പോലും കാണാൻ സാധ്യമല്ലാത്ത മേഖലയാണിതെന്നാണ് അവർ വിശദീകരിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവിടെയും അത്ഭുതപ്പെടുന്നൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന ആയത്തിൽ വലഖദ് സയ്യന്ന സമാഅദ് ദുനിയ, സമാഅദ് ദുനിയ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്നുള്ളതാണ്. അതായത് വിളക്കുകൾ എന്നുള്ളത് അർത്ഥം ഉപയോഗിക്കുന്നത് വെളിച്ചം പുറത്തുവിടുന്ന നക്ഷത്രങ്ങളെയാണ്. അപ്പോൾ ഈ പ്രകാശം നമുക്ക് ഈ 4% മേഖലയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ബാക്കിയുള്ള മേഖലയിൽ പ്രകാശം പോലും ദൃശ്യമല്ല എന്നാണ് ആധുനിക ശാസ്ത്രം വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ ഈ 4% ആയിരിക്കാം സമാ ദുനിയ, അല്ലാഹു അഅലം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധ ഖുർആൻ ആത്യന്തിക സത്യമാണ്. ശാസ്ത്രം എന്നുള്ളത് അത് യുഗങ്ങളിലായിട്ട് കാലങ്ങളിലായിട്ട് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യങ്ങൾ, ശാസ്ത്രം പുരോഗമിച്ച ഓരോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുർആന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്.
ഈ ഖുർആൻ സത്യമാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി ദൃഷ്ടാന്തങ്ങൾ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് ഖിയാമത്ത് നാൾ വരെ ഓരോ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. അപ്പം ശാസ്ത്രം എന്നുള്ളത് ഇതേ രൂപത്തിൽ നിരവധി തിരുത്തലുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ കരുതി ഭൂമി മാത്രമേ ഉള്ളൂ, ഭൂമിയാണ് കേന്ദ്രമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതിനുശേഷം കോപ്പർനിക്കസ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ വന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം. വിപ്ലവകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ, അദ്ദേഹം പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം, മറിച്ച് സൂര്യനാണ് കേന്ദ്രം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതോടുകൂടെ ഭൂമിയല്ല, ഭൂമിയെപ്പോലെ നിരവധി ഗ്രഹങ്ങളുണ്ട്, സൂര്യനാണ് കേന്ദ്രമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സൗരയൂഥത്തെ മനസ്സിലാക്കി. പിന്നീട് നമ്മൾ ഗാലക്സിയെ നമ്മൾ കണ്ടെത്തി. ഗാലക്സിയെ കണ്ടെത്തി നമ്മൾ ആലോചിച്ചൊക്കെ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടം വരെ, അതായത് 1926 വരെ നമ്മൾ കരുതിയത് നമ്മുടെ ഒരു ഗാലക്സി, അതായത് ക്ഷീരപഥ അല്ലെങ്കിൽ മിൽക്കി വേ എന്നറിയപ്പെടുന്ന ഒരു ഗാലക്സിയാണ് എല്ലാം, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നായിരുന്നു നമ്മൾ ആ ഒരു കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. 926 നമുക്ക് നമ്മുടെ സമീപത്ത് ചില ഗാലക്സികളെ, ആൻഡ്രോമീഡ പോലെയുള്ള ഗാലക്സികളെ നിരീക്ഷിക്കാൻ സാധിച്ചു. അതോടുകൂടെ നമ്മളെപ്പോലെ മറ്റു പല ഗാലക്സികളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ അടുത്ത കാലത്ത്. ഇന്ന് നമ്മൾ 10,000 കോടിയിലേറെ ഗാലക്സികളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയുണ്ടായി. അതായത് ഈ നൂറ്റാണ്ടിന്റെ ആരംഭ കാലഘട്ടം വരെ നമ്മൾ ഒരു സ്പൂണ് വെള്ളമെടുത്ത് അത് തന്നെയാണ് കടലെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അത്രയേറെ അജ്ഞരായിരുന്നു നമ്മൾ. പിന്നീട് 2001 നമ്മൾ WMAP എന്നറിയപ്പെടുന്ന ഒരു പേടകം, അതായത് മൈക്രോവേവ് അനിസ്ട്രോപ്പി പ്രോബ് എന്നറിയപ്പെടുന്ന ഒരു പേടകത്തിന്റെ സഹായത്തോടു കൂടെ ദൃശ്യപ്രപഞ്ചത്തിന്റെ മൊത്തം മാപ്പ് നമ്മൾ എടുക്കുകയുണ്ടായി. ദൃശ്യപ്രപഞ്ചത്തിന്റെ മൊത്തം ചിത്രം നമുക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കാലം, പ്രായവും നമ്മൾ കണക്കാക്കി. 13 ബില്യൺ വർഷമാണ് പ്രപഞ്ചത്തിന്റെ കാലമായിട്ട് ശാസ്ത്രലോകം കണക്കാക്കിയത്. അവിടെയും തീർന്നില്ല. ഇന്ന് അവർ പറയുന്നൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ അറിഞ്ഞ അതേ രൂപത്തിൽ ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് ശാസ്ത്രലോകം എത്തിയത്. അതായത് മുമ്പ് ഭൂമിയല്ല കേന്ദ്രം, സൂര്യനാണ് കേന്ദ്രം എന്ന് പറഞ്ഞ് ശാസ്ത്രലോകത്ത് ഞെട്ടിച്ചതുപോലെ നമ്മുടെ പ്രപഞ്ചം മാത്രമല്ല, മറിച്ച് യൂണിവേഴ്സല്ല, അതായത് ഒരു പ്രപഞ്ചമല്ല, മറിച്ച് പ്രപഞ്ചങ്ങളാണ്, മൾട്ടിവേഴ്സ് ആയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രപഞ്ചമല്ല, നിരവധി സോപ്പ് കുമിളകളെ പോലെ നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇന്ന് ശാസ്ത്രലോകം ഉള്ളത്. അപ്പോൾ അടുത്ത കാലത്ത് ഗ്രാവിറ്റേഷണൽ വേവ്, അതായത് ഗുരുത്വാകർഷണ തരംഗങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളെല്ലാം ആ രൂപത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അതിനെ വിലയിരുത്തി പ്രപഞ്ചത്തിലുള്ള മാനങ്ങളെ, ഡയമെൻഷനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അനുമാനം അദ്ദേഹം വിശദീകരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിരവധി നമ്മുടെ പ്രപഞ്ചത്തിന് പാരലായിട്ട് ഒരു പക്ഷേ നിരവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ കണക്കാക്കുന്ന ഒരു പക്ഷേ ഒന്നിനു മീതെ ഒന്നായിട്ട് ലെയറുകളായിട്ടായിരിക്കാം അത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ ആ രൂപത്തിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖൻ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അതായത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ്. അഫലം യൻദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യനാഹ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ല, അത് ഏത് രൂപത്തിലാണ് ഞാൻ നിർമ്മിക്കപ്പെട്ടതെന്ന്. ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം വിശ്വാസികളോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, അവർ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ രൂപത്തിൽ ചിന്തിക്കാൻ ആവശ്യപ്പെട്ട ആ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. വിശ്വാസികളായിട്ടുള്ള നമ്മൾ അതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാൻ പോകാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഒരർത്ഥത്തിൽ അവരാണ് നിറവേറ്റുന്നത്. അപ്പോൾ അവർ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയെങ്കിലും നമ്മൾ ഈ രൂപത്തിൽ ചിന്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും സന്നദ്ധമാകേണ്ടതുണ്ടെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖൻ എന്നുള്ള അടുത്ത പദം. തിബാഖൻ എന്നുള്ള പദത്തിന് അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞു അടുക്കുകളായിട്ട്. അതായത് ഇപ്പോൾ ഒരുപാട് പ്ലേറ്റുകൾ നമ്മൾ അടുക്കടുക്കി വെക്കാറുണ്ട്. ആ രൂപത്തിൽ അടുക്കുകളാക്കുന്നതിനാണ് തിബാഖ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വാബക്ക എന്നുള്ള പദത്തിന്റെ ബഹുവചനാണ് തിബാഖ്. ത്വാബക്ക യുത്വാബിഖു തിബാഖ്. തിബാഖ് എന്നുള്ളത് അതിന്റെ ബഹുവചന രൂപമാണ്, അടുക്കുകൾ. അതേപോലെ തന്നെ തിബാഖ് എന്നുള്ള പദത്തിന് മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്, അടുക്കുകളാണ്. അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതുകൂടെയാണ് അതേ സന്ദർഭത്തിൽ അടുക്കുകളാണ്. അതായത്
പരസ്പര അടുക്കുകളായിട്ട് വെച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതാണ്. അതായത് ഒന്ന് എവിടെ അവസാനിക്കുന്നു, മറ്റൊന്ന് എവിടെ തുടങ്ങുന്നു എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അടുക്കുകളായിട്ട് വെച്ചത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിൽഡിംഗ്, 5 നില ബിൽഡിംഗ് അതിൻ്റെ ഓരോ നിലയും എവിടെയാണ് അവസാനിക്കുന്നത്, അടുത്ത നില എവിടെയാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇവിടെ തിബാഖ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ സന്ദർഭത്തിൽ അത് അടുക്കുകളാണ്, പക്ഷെ അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതാണ്. ഒന്നിന്റെ അവസാനം എവിടെയാണ്, മറ്റേത് എവിടെയാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ അടുക്കുകളായിട്ടുള്ളത്. അതാണ് തിബാഖ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അതേ പദം മറ്റൊരു സ്ഥലത്തുകൂടെ ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും. സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന്, അവിടെ ഘട്ടങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അതേ പദം ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാഖ, അവനാണ് 7 ആകാശങ്ങൾ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചിട്ടുള്ളവൻ. അപ്പോൾ ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തെ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. അപ്പോൾ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ? അതായത് ഈ രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും തമ്മിലുള്ള ഒരു കണക്ഷനാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലുടനീളം മനുഷ്യ സൃഷ്ടിപ്പ് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ സബഅ സമാവാത്തിനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്? അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആന്റെ ഒരു ശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ലോകത്തുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആത്മീയ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭൗതിക യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതിലൂടെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലുടനീളം സംസാരിക്കുന്നത്. അതിലൂടെ ആത്മീയമായിട്ട് നമ്മളെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം പരിശുദ്ധ ഖുർആൻ ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് മാർഗദർശനം നൽകുക എന്നുള്ളതാണ് ഖുർആന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അതിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലും അത്തരത്തിൽ നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നതും അതിനുശേഷം നിർജീവാവസ്ഥയിലുള്ള ഭൂമിക്ക് ജീവൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പം അതിലൂടെ ഒന്നാമതായിട്ട് നമ്മൾ മഴയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. അതിലൂടെ ആ മഴ എന്നുള്ള അനുഗ്രഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ നന്ദിയുള്ളവനാകുന്നു. അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള അതിലൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ ശേഷമോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സംസാരിക്കുകയാണ്. അപ്പം അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പാഠം എന്താണെന്ന് വെച്ചാൽ, നിർജീവമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും ഭൂമിയിൽ നിന്നും ജീവൻ ഏത് രൂപത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരുന്നത്, അതേ രൂപത്തിൽ നമ്മൾ നാളെ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ദ്രവിച്ച് മണ്ണായി കഴിഞ്ഞാലും ആ ഭൂമിക്കകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുളപ്പിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളൊരു പാഠമാണ് ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ഭൗതിക ലോകത്തുള്ള യാഥാർത്ഥ്യങ്ങളും ആത്മീയവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലുടനീളം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു ഉദാഹരണം സൂറത്തുൽ ഹദീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് പറയുന്ന മനോഹരമായിട്ടുള്ള ആയത്ത്, 16-ാമത്തെ ആയത്ത്, അലം യഅ്നില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫഖസത് ഖുലൂബുഹും ഫകതീറും മിൻഹും ഫാസിഖൂൻ. ചില ആളുകളുടെ ഹൃദയം അത് കടുത്തു പോയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംബന്ധിച്ചുള്ള ചിന്തയില്ലാത്തത് കാരണം, നിഷേധ സ്വഭാവം തുടർന്നത് കാരണം ചില ആളുകളുടെ ഹൃദയം അത് കടുത്തു പോയിരിക്കുന്നു. ഉടൻ തന്നെ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യഅലമു അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹ. നിർജീവാവസ്ഥയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്ക് ജീവൻ നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ 2 ആയത്തുകൾ തമ്മിലുള്ള കണക്ഷൻ, നിങ്ങളുടെ ഹൃദയം എത്ര കടുത്തു പോയാലും വറ്റി വരണ്ട ഭൂമിക്ക് ഏത് രൂപത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചപ്പ് നൽകുന്നത്, അതേ രൂപത്തിൽ എൻ്റെ വഹി, അതായത് പരിശുദ്ധ ഖുർആൻ എത്ര വറ്റി വരണ്ട ഹൃദയവും അത് വീണ്ടും അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീന് സാധിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു കണക്ഷനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റു ചില ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക യാഥാർത്ഥ്യങ്ങൾ പറയുന്നു, അതേ സന്ദർഭത്തിൽ അതേ ആയത്തിൽ തന്നെ ആത്മീയമായിട്ടുള്ള ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉദാഹരണത്തിന് സൂറത്തു സബയിലുള്ള മനോഹരമായിട്ടുള്ള സൂറത്തു സബഇന്റെ 2-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ.
ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും ഭൂമിയിൽ നിന്നും പുറത്തു വരുന്നതും ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതെല്ലാം അവൻ അറിയുന്നു. അപ്പോൾ ഈ ആയത്ത് ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം, വിത്തുകൾ, നമ്മൾ നിക്ഷേപിക്കുന്ന വിത്തുകൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ആകാശത്തു നിന്നും പെയ്തിറങ്ങുന്ന വെള്ളം അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഇതെല്ലാം ഭൗതികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന നമ്മൾ നിക്ഷേപിക്കുന്ന വിത്തുകൾ അല്ലെങ്കിൽ സസ്യങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം. അതേപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം ഉറവായിട്ട് വരുന്നത് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന, ഇതെല്ലാം ഭൗതിക യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ്. ഇപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്, മനുഷ്യനായിട്ടുള്ള നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമ്മുടെ മയ്യത്തുകൾ ഖബറിലേക്ക് പ്രവേശിക്കുന്നത് അത് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. ഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത് അത് നമ്മുടെ സുബ്ഹാനല്ലാഹ്, നമ്മൾ മരണത്തിന് ശേഷം നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഭൂമിക്ക് നിന്നും നമ്മൾ പുറത്തു വരികയാണ്. ഒരേ ആയത്തിൽ ഒരു ഭൗതിക യാഥാർത്ഥ്യം, അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു പാഠം കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ആയത്തിന്റെ അടുത്ത ഭാഗം, ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും ആകാശത്തിലേക്ക് കയറുന്നതും. ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് നമുക്കറിയാം, മഴ, ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ കൂട്ടത്തിൽ മഴ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതാണ്. അതേപോലെ തന്നെ ആകാശത്തിലേക്ക് കയറുന്നത്, ഇപ്പം മനുഷ്യരും ജിന്നുകളെല്ലാം ആകാശത്തിലൂടെ സഞ്ചരിക്കാറുണ്ട്. അതേപോലെ തന്നെ നീരാവിയായിട്ട് വെള്ളം ആകാശത്തിലേക്ക് കയറി പോകാറുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. ഇതാണ് ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യം. അതേ സന്ദർഭത്തിൽ ആത്മീയമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് നമുക്കറിയാം, മഴ മാത്രമല്ല ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത്, മറിച്ച് നമുക്കുള്ള റിസ്ഖും ആകാശത്ത് നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. വസ്സമാഇ റിസ്ഖുക്കും, ആകാശത്ത് നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപജീവന മാർഗ്ഗം ഇറക്കുന്നത്. അതേപോലെ തന്നെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നത് മറ്റൊരു ഉദാഹരണമാണ് വഹി. സുബ്ഹാനല്ലാഹ്, വഹി ആകാശത്ത് നിന്നാണ് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹ്, ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം ആത്മീയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. ആകാശത്തിലേക്ക് കയറുന്നത് അത് കേവലം നീരാവിയും അതേപോലെ തന്നെ മനുഷ്യരും മാത്രമല്ല. ആകാശത്തിലേക്ക് കയറുന്നത് നമ്മുടെ അമലുകൾ ആകാശത്തിലേക്ക് കയറുന്നുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഓരോ ആഴ്ചയും ഉയർത്തപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത്. ഇപ്പോൾ ഒരായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് പറയുന്നു, അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളെ അതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. ഞാനിതെല്ലാം ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു ആയത്ത് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കുകളായിട്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതവും മരണവും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കണക്ഷൻ പരിശുദ്ധ ഖുർആനിലുടനീളം കാണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അതായത് മനുഷ്യ സൃഷ്ടിപ്പ്, ഉടൻ തന്നെ സബഅ സമാവാത്ത്. ഇത് ഈ ഒരു ആയത്തിൽ മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ആയത്ത്, അതായത് സൂറത്തുൽ ബഖറയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ വഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. മരണപ്പെട്ടതിന് ശേഷം അവൻ ജീവൻ നൽകുന്നു, വീണ്ടും നിങ്ങൾ നിർജീവാവസ്ഥയിലേക്ക് പോകുന്നു, വീണ്ടും ജീവൻ നൽകുന്നു. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അതിന് ശേഷം വരുന്ന ആയത്ത്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ സുമ്മ ഇസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്ത്. അവിടെയും 7 ആകാശങ്ങൾ, മനുഷ്യ സൃഷ്ടിപ്പ് 7 ആകാശങ്ങൾ. അതവിടെ മാത്രമല്ല, വീണ്ടും പരിശോധിച്ച സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി സൂറത്തുൽ മുഅ്മിനൂനിൽ മനുഷ്യന്റെ ഗർഭാശയത്തിലുള്ള ഘട്ടങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്അതൻ ഫഖലഖനൽ മുദ്അത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഓരോ ഘട്ടങ്ങളിലായിട്ട് രൂപപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പറയുന്നു. അതിനുശേഷം സുമ്മ ഇന്നക്കും ബഅദ ദാലിക മയ്യിതൂൻ, അതിനുശേഷം എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, നിങ്ങൾ അതിനുശേഷം ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അടുത്ത ആയത്ത്, വലഖദ് ഖലഖനാ ഫൗഖക്കും സബ്അ തറായിഖ്, 7 ആകാശങ്ങൾ നിങ്ങൾക്ക് മീതെ സൃഷ്ടിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ മുഅ്മിനീനിൽ അതിനുശേഷം വീണ്ടും 80-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവല്ലദീ യുഹ്യി വയുമീത്, അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അതിനുശേഷം വരുന്ന ആയത്ത്, ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഉ വറബ്ബുൽ അർശിൽ അലീം, 7 ആകാശങ്ങളുടെ രക്ഷിതാവ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെയും മനുഷ്യ സൃഷ്ടിപ്പ്, വീണ്ടും സബ്അ സമാവാത്ത്.
അതേപോലെ തന്നെ വീണ്ടും നമ്മൾ സൂറത്ത് നൂഹ് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖദ് ഖലഖക്കും അത്വാറ, നിങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതിനുശേഷം അലം തറ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ, അവിടെ അതേ പദം നിങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. നിരവധി സ്ഥലത്ത് മറ്റൊരു ഉദാഹരണം കൂടെ അവസാനമായിട്ട് സൂറത്തുൽ കഹ്ഫിൽ മാ അശത്തുഹും ഖൽഖസ് സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം. അപ്പോൾ ഇവിടെയെല്ലാം പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ സബ്അ സമാവാത്തിനെ സംബന്ധിച്ച് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബന്ധം? ഒരു ബന്ധവും എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്നുള്ളത് ഏറ്റവും ഓർഡർ ഉള്ളതായിരിക്കും. അങ്ങനെ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനേക്കാൾ അതിനേക്കാൾ നല്ലൊരു സംസാരം ഉണ്ടാവില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഏറ്റവും ഓർഡറുള്ള സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതെല്ലാം ആ രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലും നമ്മുടെ ഒരു സൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെർഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ സൃഷ്ടിപ്പ് നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ഈ രൂപത്തിൽ യാതൊരു ഓർഡറും ഇല്ലാതെ സംസാരിക്കുന്നതെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ തിബാഖ് എന്നാണ് പറഞ്ഞത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. തിബാഖ് എന്നുള്ള പദത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഒരേ സന്ദർഭത്തിലെ നിലകളായിട്ട് വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടെന്നാണ് തിബാഖിൻ്റെ ഒരർത്ഥം. അതേ സന്ദർഭത്തിൽ അത് തുടർച്ചയായതുകൂടെയാണ്. ഒന്ന് എവിടെ ആരംഭിക്കുന്നു മറ്റേത് എവിടെ അവസാനിക്കുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ പരസ്പരം ബന്ധിച്ച് നിലകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. ഒന്നാം ആകാശം എവിടെ അവസാനിക്കുന്നു, രണ്ടാം ആകാശം എവിടെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കാത്ത രൂപത്തിൽ നിലകളായിട്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു. അതാണ് തിബാഖ് എന്നുള്ള പദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനൊന്ന് ചിന്തിക്കുക. അതാണല്ലോ നേരെ മുമ്പ് വരുന്ന ആയത്ത്. അതാണ് പരിശുദ്ധ ഖുർആനിലുടനീളം ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. എന്താണ് മനുഷ്യ സൃഷ്ടിപ്പും 7 ആകാശവും തമ്മിലുള്ള ബന്ധം? മനുഷ്യ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യ ജീവിതവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതവും വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇൻശിഖാഖിലെ വചനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദം ഉപയോഗിച്ചുകൊണ്ട് ലതർകബുന്ന തബഖൻ അൻ തബഖ്, നിങ്ങൾ ഓരോ ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതവും ഓരോ ഘട്ടങ്ങൾ, അതാണ് ഞാൻ നേരത്തെ ഈ സൂറത്തിന്റെ 2ാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച്. ആദ്യം നമ്മൾ റൂഹായിട്ട് നിലനിന്നിരുന്ന അവസ്ഥ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരു ഗർഭപാത്രം തിരഞ്ഞെടുക്കുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷം നമ്മൾ ആ ഗർഭപാത്രത്തിൽ നിന്നും പിന്നീട് ദുനിയാവ് എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു, അതിനുശേഷം നമ്മൾ ബർസഖ് എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു, വീണ്ടും നമ്മൾ മരണാനന്തര ജീവിതം ഉയർത്തെഴുന്നേൽപ്പിക്കുക. അപ്പോൾ ഓരോ ഘട്ടത്തിലൂടെ നമ്മുടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഘട്ടവും ആ ഒരു ഘട്ടം എവിടെ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു ശിശു കരുതുന്നത് അത് തന്നെയാണ് അവൻ്റെ ലോകമെന്നുള്ളതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവനറിയാതെ അവൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്. ഭൂമിയിലിരിക്കുന്ന മനുഷ്യനും അവന് ഇവിടെ ശാശ്വതരായിരിക്കും, അല്ലെങ്കിൽ എന്നാണ് എന്നെ മരണം പിടികൂടുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഘട്ടം എന്നാണ് എനിക്ക് അടുത്ത ഘട്ടം വരുന്നതെന്ന് അവൻ അറിയാതെയാണ് ഈ ഭൂമിയിൽ ചെലവഴിക്കുന്നത്. ആ രൂപത്തിൽ അവന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മലക്കുകൾ വന്നിട്ട് അല്ലാ തഖാഫു വലാ തഹ്സനു നഹ്നു ഔലിയാഅകും ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് വരുന്നു. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവൻ്റെ റൂഹ് എടുത്തുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം അവന് ഖബറിലേക്ക് പ്രവേശിക്കുന്നു. ആ സന്ദർഭത്തിലും അവന് എത്ര കാലമാണ് ഖബറിൽ, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള ദൂരം അവൻ അറിയാത്ത രൂപത്തിൽ അവന് ഖബറിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ വ്യത്യസ്ത ഘട്ടങ്ങൾ പിന്നിടുന്നു. ആ ഓരോ ഘട്ടവും എവിടെ അവസാനിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് അവൻ അറിയാത്ത രൂപത്തിലാണ് അവന് പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് 7 ആകാശങ്ങളെപ്പോലെ 7 ആകാശങ്ങൾ അത് ഓരോ അടുക്കുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളും 7 ആകാശത്തിലുള്ള പാളികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കമ്പയർ ചെയ്യുകയാണ്. അതിൽ ആ തിബാഖ് എന്നുള്ള പദത്തിന്റെ അടുത്ത അർത്ഥം അത് എവിടെ ആരംഭിക്കുന്നു എവിടെ തുടങ്ങുന്നു എന്ന് അറിയാത്ത രൂപത്തിൽ 7 നിലകളാക്കി എന്നാണ് പറയുന്നത്. അതേ രൂപത്തിൽ
മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും അത് എവിടെ ആരംഭിക്കുന്നു എവിടെ തുടങ്ങുന്നുവെന്ന് അറിയാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആകാശം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങളാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം ഈ രൂപത്തിലുള്ള കണക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. മാ തറാ നീ കാണുകയില്ല ഖൽഖിർ റഹ്മാൻ പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ മിൻ തഫാവുത് ഒരു ഏറ്റക്കുറച്ചിലും. ഇപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയിൽ ഈ ഖൽഖിർ റഹ്മാൻ അവന്റെ സൃഷ്ടിയിൽ യാതൊരു രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലും കാണുകയില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു പരാമർശം വളരെ ശ്രദ്ധേയമാണ്. കാരണം ആയത്ത് ആരംഭിക്കുന്നത് അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ 7 ആകാശങ്ങൾ അവൻ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം ആയത്തിന്റെ അടുത്ത ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഖൽഖിർ റഹ്മാൻ അവന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറച്ചിലും കാണാൻ സാധ്യല്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തിൽ ആകാശത്തെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിന്റെ പൂർണ്ണതയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ആകാശത്തെ മാത്രം പറയാതെ മൊത്തം സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ടാണ് നമ്മൾ കാണുക. അതായത് മൊത്തം സൃഷ്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉൾപ്പെടുത്തുകയാണ്. ഒരു സൃഷ്ടിയിൽ നിങ്ങൾ നോക്കിയാലും ഒരു രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. ഈ ഒരു പദവുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ ഖൽഖിർ റഹ്മാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ഖൽഖില്ല എന്നല്ല, മറിച്ച് ഖൽഖിർ റഹ്മാൻ പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പ്, അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും കാണുകയില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അവന്റെ പേര്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന പേര് അവന്റെ കാരുണ്യത്തെ കുറിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠ നാമമായിട്ടുള്ള അർ റഹ്മാൻ എന്നുള്ള പദമാണ്. അത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂറത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ വിഷയങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന സന്ദർഭത്തിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പറയാതെയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു വന്നത്. ആദ്യത്തെ ആയത്ത് മുതൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് അല്ലദീ ഖലഖ സബഅ സമാവാത്, ഇവിടെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം പറഞ്ഞിട്ടില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് അവന്റെ നാമമായിട്ട് സൂറത്തിൽ ഉപയോഗിക്കുന്ന പദം അവന്റെ കാരുണ്യത്തെ കുറിക്കുന്ന അർ റഹ്മാൻ എന്നുള്ള പദമാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളും ചിന്തിച്ചു നോക്കുക. അതായത് സൂറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിശ്വാസികളായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾക്കുള്ള ശക്തമായ ഭാഷയിലുള്ള താക്കീതാണ്, ഇൻദാറാണ് സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ രൂപത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ താക്കീത് ചെയ്യുന്ന സൂറത്തായിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് അവന്റെ നാമം ഉപയോഗിച്ച സന്ദർഭത്തിൽ അവൻ ഉപയോഗിച്ച പദം അർ റഹ്മാൻ എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിക്കുന്ന നാമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, എത്ര നിഷേധി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ധിക്കാരിയാണെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് എന്നിലേക്ക് മടങ്ങാം. വഹുവൽ അസീസുൽ ഗഫൂർ. ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് എന്നിലേക്ക് മടങ്ങാം. എൻ്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഏത് സന്ദർഭത്തിലും തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകൂടെ ചെയ്യുകയാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ. മറ്റൊരു കാര്യം, അതുമായിട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ യാതൊരു രൂപത്തിലുള്ള ഏറ്റക്കുറച്ചിലും നിങ്ങൾ കാണുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സൃഷ്ടിപ്പിൽ യാതൊരു രൂപത്തിലും ഉള്ള ഏറ്റക്കുറച്ചിലും നിങ്ങൾ കാണാതിരിക്കാനുള്ള കാരണം അർ റഹ്മാൻ, അത് പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പായതിനാലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള ആ ഒരു കാരുണ്യത്തെ, അല്ലെങ്കിൽ ആ സ്നേഹത്തോടു കൂടെ സൃഷ്ടിപ്പ് നടത്തിയത് കൊണ്ടാണ് ഈ രൂപത്തിൽ സൃഷ്ടിപ്പിൽ ആ ഒരു പെർഫെക്ഷൻ കാണാനുള്ള കാരണം. അപ്പോൾ സ്നേഹത്തോടു കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്ന നമ്മൾ പറയാറുണ്ട്. ഉദാഹരണത്തിന്, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭാര്യ സ്നേഹത്തോടു കൂടെ അല്പം ഭക്ഷണം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിനൊരു പ്രത്യേക സ്വാദാണ്, അല്ലെങ്കിൽ അത് കഴിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ ഒരുപാട് കാലം വിദേശത്തുള്ള മകന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ മാതാവ് സ്നേഹത്തോടു കൂടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്പ് മുഴുവനും നടത്തിയത് നമ്മോടുള്ള സ്നേഹം കാരണമാണ്. അതല്ലെങ്കിൽ ഈ രൂപത്തിൽ സൃഷ്ടിപ്പ് നടത്താനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രചോദനം അവന്റെ കാരുണ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സൃഷ്ടിപ്പിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം പ്രതിഫലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം സർവ്വ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം ആ സർവ്വ തലത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയാനുള്ള കാരണം അതാണ്. സുബ്ഹാനല്ലാഹ്. അടുത്ത പദം മിൻ തഫാവുത്ത്, ഒരു ഏറ്റക്കുറച്ചിലും നിങ്ങൾ കാണുകയില്ല എന്നുള്ളത്. പരമകാരുണ്യകന്റെ സൃഷ്ടിപ്പിൽ ഒരു തഫാവുത്ത് നിങ്ങൾ കാണുകയില്ല. എന്താണ് തഫാവുത്ത്? തഫാവുത്ത് എന്നുള്ള പദം അതിന് നെഗറ്റീവായിട്ടുള്ള അർത്ഥം, അതിൽ മോശ അർത്ഥത്തിലാണ് തഫാവുത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഭാര്യ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ, നന്നായിട്ടൊരു കറി ഉണ്ടാക്കി നമ്മോട് അതിൻ്റെ രുചി നോക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങൾ ആ കറി
വായിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പറയുകയാണ് കറിയൊക്കെ ഉഷാറാണ്, പക്ഷേ അതിൽ ഒരല്പം കൂടെ മുളക് ചേർത്തിരുന്നെങ്കിൽ അതൊന്നുകൂടെ നന്നാകുമായിരുന്നു. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ആ കറിയിൽ തഫാവുത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു കാര്യം അതിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നാകുമായിരുന്നു എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ലൗക്കാന കഥാ വ കഥാ ലക്കാന അഹ്സൻ. അതായത് എന്തോ ഒരു കുറവ് സൃഷ്ടി, അതായത് ഒരു കാര്യത്തിലുള്ള എന്തെങ്കിലും ഒരു കുറവിനെ സൂചിപ്പിക്കാനാണ് തഫാവുത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പദം ഇവിടെ ഉപയോഗിക്കുക വഴി എൻ്റെ സൃഷ്ടിപ്പിലുടനീളം യാതൊരു രൂപത്തിലുള്ള അപര്യാപ്തതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൻ്റെ ആ പെർഫെക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം അവിടെ ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു അപര്യാപ്തതകളും നിങ്ങൾ കാണുകയില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മൾ എത്ര കാലമായിട്ട് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാ അർത്ഥത്തിലും നമ്മൾ പഠിക്കും തോറും നമ്മൾ അത്ഭുതം കൂടി വരികയാണ്. നമ്മൾ ചെറിയ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ചെറിയ ലോകത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം എത്ര ശാസ്ത്രശാഖകളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ജൈവ ലോകത്തെ സംബന്ധിച്ച് പഠിക്കാൻ നമുക്ക് സെല്ലുലാർ ബയോളജി അല്ലെങ്കിൽ മൈക്രോ ബയോളജി, അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്ര രംഗത്ത് നമ്മൾ ആറ്റത്തെ സംബന്ധിച്ച് പഠിക്കാൻ അറ്റോമിക് ഫിസിക്സ് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ്, ഈ രൂപത്തിലുള്ള നിരവധി ശാസ്ത്രശാഖകൾ. അതേപോലെ തന്നെ വലിയ ലോകത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക, ആകാശ ലോകത്തെ സംബന്ധിച്ച് ഖഗോളശാസ്ത്രം അല്ലെങ്കിൽ ഗോളങ്ങളെ സംബന്ധിച്ച് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന കോസ്മോളജി, കോസ്മോഗൺ, ഈ രൂപത്തിലുള്ള വലിയ ലോകത്തെ പഠിക്കാനുള്ള ഈ രൂപത്തിലുള്ള ശാസ്ത്രശാഖകൾ. അപ്പോൾ ഈ രണ്ട് തലങ്ങൾ നമ്മൾ മൈക്രോ തലത്തിൽ നോക്കുന്ന സന്ദർഭത്തിലും അല്ലെങ്കിൽ മാക്രോ തലത്തിൽ നോക്കുന്ന സന്ദർഭത്തിലും ഈ രണ്ട് തലത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മൾ പഠിക്കും തോറും ആ ഒരു രണ്ട് തലങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയും തോറും നമ്മുടെ അറിവില്ലായ്മയാണ് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവം കൂടെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നതോറും നമുക്ക് മനസ്സിലാകുന്നത്. സുബ്ഹാനല്ലാഹ്, മാ തറ ഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. നിങ്ങൾ എൻ്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിൽ നിങ്ങൾ കാണുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഫർജിഇൽ ബസർ, നിങ്ങൾ ദൃഷ്ടി മടക്കുക, ഒരിക്കൽ കൂടെ നിങ്ങൾ നോക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൽപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് അത് നമ്മൾ മടുത്തതിന് ശേഷം അത് നിർത്തിപ്പോയി വീണ്ടും നമ്മൾ രണ്ടാമത് വന്ന് ചെയ്യുക, അതിനാണ് ഫർജിഅനി. വീണ്ടും നിന്റെ ദൃഷ്ടി നിങ്ങൾ രണ്ടാമത് മടക്കി കൊണ്ടുവന്ന് നിങ്ങൾ രണ്ടാമത് ഒന്നുകൂടെ നിരീക്ഷിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, രണ്ടാമതും നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ പരീക്ഷിക്കുക എന്തെങ്കിലും വല്ല ഏറ്റക്കുറച്ചിൽ എൻ്റെ സൃഷ്ടിയിൽ കാണുന്നുണ്ടോ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് ചില കാര്യങ്ങൾ ആദ്യത്തിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ വല്ലാത്ത മതിപ്പ് തോന്നും. അതേ കാര്യം നമ്മൾ രണ്ടാമത് നോക്കുന്ന സന്ദർഭത്തിൽ ആദ്യം തോന്നിയ ആ ഒരു മതിപ്പ് നമുക്ക് ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങൾ വിനോദയാത്ര പോയി, ആദ്യത്തെ കാഴ്ചയിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് വല്ലാത്ത മതിപ്പായിരിക്കും. അതേ സ്ഥലത്തേക്ക് നിങ്ങൾ 1, 2, 3 തവണയൊക്കെ പോകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഓരോ കുഴപ്പങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തിൽ കണ്ട ഒരു മതിപ്പ് രണ്ടാമത് കാണുന്ന സന്ദർഭത്തിൽ ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് നിങ്ങൾ രണ്ടാമത് നിങ്ങൾ നോക്കുക. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മർജിഇൽ ബസറ കറത്തൈൻ, വീണ്ടും നിങ്ങൾ നോക്കുക. എത്ര തവണ നിങ്ങൾ ആ എൻ്റെ സൃഷ്ടിയെ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ മതിപ്പ് വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിൽ സൃഷ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന ആയത്തിൽ ചോദിക്കുന്നത് ഹൽ തറ, നിങ്ങൾ കാണുന്നുണ്ടോ മിൻ ഫുതൂർ, വല്ല ഫുതൂറും. അതാണ് അടുത്ത പദം, ഫുതൂർ എന്നുള്ള പദം. നിങ്ങൾ വല്ല ഫുതൂറും എൻ്റെ സൃഷ്ടിയിൽ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഫുതൂർ? ഫുതൂർ എന്നുള്ള പദം വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു പദമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പദത്തെ രണ്ട് തലത്തെ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും, നല്ല അർത്ഥത്തിലും മോശ അർത്ഥത്തിലും ഇതേ പദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പദം ഉപയോഗിച്ചത്, ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇദ സമാഉൻ ഫതറത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, അവിടെ ഫത്തറത്ത് എന്നുള്ള പദം അത് ഫുതൂറുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. അവിടെ പൊട്ടിപ്പിളരുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു പദത്തെ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശം പൊട്ടിപ്പിളരുക, അവിടെയും അത് മോശം അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതേ പദം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു സ്ഥലങ്ങളിൽ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിർ, ആ പദം തന്നെ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭ ആയത്ത് തന്നെ അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിരി സമാവാതി വൽ അർദ്, അവിടെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിൽ, നല്ല അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കാറുള്ള പ്രാരംഭ പ്രാർത്ഥനയിൽ വജ്ജഹ്തു വജിഹിയ ലില്ലദീ ഫത്തറ സമാവാത്ത്, അവിടെയും നല്ല അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് യാസീനിൽ വമാലിയ ലാ അഅ്ബുദല്ലദീ ഫത്തറനി, അവിടെയും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, അതെല്ലാം നല്ല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരേ പദം നല്ല അർത്ഥത്തിലും മോശ അർത്ഥത്തിലും ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഫുതൂർ?
അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു പദത്തെ വിശദീകരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് മാ കുൻത അദ്രി മാ ഫാത്തിരി സമാവാത്തി വൽ അർള്, എന്താണ് ഫാത്തിരി സമാവാത്തി വൽ അർള് എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഹത്ത അതാനി അറബിയാനി ബി യഖ്തസിമാനി ബി ഫി ബിറിൻ, രണ്ട് അറാബികൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു കിണറിന്റെ കാര്യത്തിൽ അവർ തർക്കിക്കുകയുണ്ടായി. ഫഖാല അഹദുഹും, അതിൽ ഒരാൾ പറയുകയാണ് അന ഫതർതുഹ, ഞാനാണ് അത് ഉണ്ടാക്കിയത്. ആ സന്ദർഭത്തിൽ, അതായത് ആ അറാബി ആയിട്ടുള്ള മനുഷ്യൻ ആ ഒരു പദം പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഫാത്തിർ എന്നുള്ള പദത്തിന്റെ ആശയം മനസ്സിലായി എന്നുള്ളതാണ്. അന ഫത്തർത്തുഹ, അവിടെ അറാബി ആയിട്ടുള്ള മനുഷ്യൻ പറയുന്നത് അന ഫത്തർത്തുഹ, അതായത് ആ കിണർ ആദ്യമായിട്ട് കുടിച്ചത് ഞാനാണ്. ഈ ഒരു അർത്ഥത്തിലാണ് അവിടെ ഫത്തറ എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഫാത്തിർ എന്നുള്ള പദത്തിന്റെ ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഫാത്തിർ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സൃഷ്ടിപ്പിന്റെ ആരംഭ പടി അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത ആള് എന്നുള്ള അർത്ഥത്തിൽ. അതാണ് ഫാത്തിർ എന്നുള്ള പദത്തിന്റെ ഒരർത്ഥം. അതായത് സൃഷ്ടിപ്പിന്റെ ആരംഭം, ആ ആരംഭം തുടങ്ങിയ ആള്. അപ്പൊ നമുക്കറിയാം സൃഷ്ടിപ്പിന്റെ ആരംഭം വലിയ ചർച്ചയാണ്. ശാസ്ത്രലോകത്തായാലും പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ബിഗ് ബാങ് എന്നുള്ള അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്ര രംഗത്ത് നമ്മൾ ഇന്ന് ഈ ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടിയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായത് എന്താണ്, അല്ലെങ്കിൽ ആരംഭം എങ്ങനെ ഉണ്ടായി, ഇവിടെ ഫാത്തിർ എന്നുള്ള പദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അതിന്റെ ആരംഭം അല്ലെങ്കിൽ ആ സൃഷ്ടിപ്പ് ആരംഭിച്ച ആള്. അതേ പദത്തിന്റെ മറ്റൊരർത്ഥം എന്താന്ന് വെച്ചാൽ വിടവ്, കീറൽ. ഈ ഒരു അർത്ഥത്തിലും അതേ പദം ഉപയോഗിക്കുന്നുണ്ട്. അതും സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഒരു കാര്യത്തെ പിളർത്തുക, അതിനുശേഷം കൂട്ടിയോജിക്കുക ഇതെല്ലാം സൃഷ്ടിപ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടൈലർ അദ്ദേഹം ഒരു വസ്ത്രം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആദ്യം അദ്ദേഹം ചെയ്യുക, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വസ്ത്രം അദ്ദേഹം അത് ഒരുപാട് കഷ്ണങ്ങളായിട്ട് അദ്ദേഹം മുറിക്കും, പിന്നീട് അദ്ദേഹം അത് കൂട്ടിയോജിക്കും. അപ്പൊ ഈ വേർപ്പെടുത്തലും കൂട്ടിയോജിക്കലെല്ലാം സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയകളാണ്. ആ ഒരു രണ്ട് അർത്ഥതലങ്ങളും ഈ ഫാത്തിർ എന്നുള്ള പദത്തിന് വന്നു ചേരുന്നുണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിൽ അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർളി കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ, അതെല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നീട് ഞാൻ അതിനെ വേർപ്പെടുത്തി. അപ്പൊ ഈ വേർപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒട്ടിച്ചേർന്ന കാര്യത്തെ വീണ്ടും വേർപ്പെടുത്തി, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രൂപത്തിൽ ഫാത്തിർ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സൃഷ്ടിയെ അതിനെ യോജിപ്പിക്കുകയും അതിനുശേഷം അതിനെ വേർപ്പെടുത്തുകയും യോജിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളവൻ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിരി സമാവാതി വൽ അർള്,